വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സുഹൃത്ത് ശ്രീ ബോബി കുഞ്ഞ് നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പാർലമെന്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന പരീക്ഷാ സമ്പ്രദായം, NET നീറ്റ്സ് പരീക്ഷകളും മറ്റു പരീക്ഷകളും എന്താണ് അതിന്റെ ലീക്കേജ് ഒക്കെ തടയാനുള്ള ഒരു ഡിറ്ററന്റ് ആയിട്ട് വളരെ സ്ട്രിക്റ്റ് സ്പെഷ്യൽ കോർട്സ്, 10 വർഷത്തെ തടവ്, 10 ലക്ഷം രൂപ ഫൈന് എന്നൊക്കെ പറഞ്ഞ ഒരു ബില്ല് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ബോബി ഒരു ലോയർ ആയതുകൊണ്ട് അതിന്റെ പോയിന്റ്സ് ഒക്കെ നോക്കി അതിന്റെ അനാലിസിസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആമുഖമായി പറയാനുള്ളത്, ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നിർഭയ റേപ്പ് കേസിന് ശേഷം ഒരു വലിയ ഇതുപോലെ നിയമനിർമ്മാണം നടന്നു റേപ്പ് തടയാൻ വേണ്ടി. ഇപ്പം അത് ആ നിയമനിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിൽ റേപ്പ് ഉണ്ടായോ ഇല്ലയോ, റേപ്പിന്റെ റേറ്റ് കുറഞ്ഞോ എന്ന് നോക്കിയാൽ മാത്രം മതി ബില്ലുകളെ കൊണ്ട് ഇത്തരം ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യുന്ന പരിപാടി നോക്കാൻ വേണ്ടി. അതായത് സിസ്റ്റം ശരിയാകാതെ അല്ലെങ്കിൽ സമൂഹത്തിലെ ചില വൃത്തികേടുകളുടെ ഓട്ട അടയ്ക്കാതെ ഇതൊന്നും നേരെയാകത്തില്ലെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ഇത് എല്ലാ ഗവൺമെന്റുകളും അന്നന്ന് ഭരിക്കുന്ന ഗവൺമെന്റുകൾ കൊണ്ടുവന്ന ചില മുട്ടിശാന്തി പ്രയോഗങ്ങൾ എന്നല്ലേ ബോബി നമുക്ക് പറയാവുന്നത്? ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ അതിനൊരു ഉപമ പറയുകയാണെങ്കിൽ, നമ്മളെ നാട്ടിലൊക്കെ റോഡ് കേട് വന്നാൽ പാച്ച് വർക്ക് ചെയ്തു പോകില്ല, അതുപോലെയുള്ള ഒരു പരിപാടിയാണ് പ്രശ്നം. അതിന്റെ ബേസിക് ഫൗണ്ടേഷൻ ഇത് ശരിയാക്കണം എന്നല്ല നോക്കുന്നത്. ഇത് പലപ്പോഴും ഈ സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പുള്ള സർക്കാരുകളും എന്ത് പ്രശ്നം വന്നാലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ, കാരണം ഇതൊക്കെ സിസ്റ്റമിക് ആയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ നീറ്റ് മാത്രമല്ല, നമ്മളെ എഡ്യൂക്കേഷൻ പ്രോബ്ലം കാണുന്ന ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ നേരെ നിയമം കൊണ്ടുവന്ന് ഈ പരീക്ഷ ലീക്ക് ചെയ്താൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല. ഐ കം ടു ദ സ്ട്രക്ചർ ഓഫ് ദ ബിൽ. അപ്പൊ അതിന്റെ മുമ്പ് ഈ ബില്ല് വരുന്നതിന്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2024 ഇങ്ങനെ ഒരു ബില്ല് വന്നിട്ടുണ്ട്. ആ 2024 ബില്ല് ഇവര് അമെൻഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. ആ ബില്ല് അപ്ഡേറ്റ് ചെയ്യണം. ആ അപ്ഡേറ്റ് ചെയ്യാനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ CJP സമരം തന്നെയാണ്. ആ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വല്ല ഗുണം ഉണ്ടാവുന്നതാണ് ചോദ്യം. അപ്പൊ ഇതിൽ അവർ ചെയ്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 3 കൊല്ലം തൊട്ട് 5 കൊല്ലം വരെയുള്ള പണിഷ്മെന്റ് ഇപ്പൊ 10 കൊല്ലം വരെ ആക്കി. ഫൈനിന്റെ തുക കൂട്ടി. അത് മാത്രല്ല, എല്ലാ ഇൻവെസ്റ്റിഗേഷനും പോലീസുകാര് 2 മാസത്തിന്റെ ഉള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ തീർക്കണം. കോടതി 3 മാസത്തിന്റെ ഉള്ളിൽ കേസ് തീർക്കണമെന്നാണ് ഈ നിയമം പറയുന്നത്. അപ്പൊ ഇതിൽ ക്രിമിനലൈസ് ചെയ്യുന്നത് അവര് പറയുന്ന ഇതിന്റെ മിഡിൽമെനും ഈ ലീക്ക് ചെയ്യിപ്പിച്ചവരും. കാരണം എക്സാം ഇപ്പൊ പല എക്സാമും, എൻട്രൻസ് എക്സാമും തേർഡ് പാർട്ടി വെൻഡേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. അവരൊക്കെയാണ് ക്രിമിനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 2 എൻഡിൽ ബ്യൂറോക്രാറ്റ്സ് എസ്കേപ്പ്, മോസ്റ്റ് ഓഫ് ദ ബ്യൂറോക്രാറ്റ്സ് എസ്കേപ്പ്. പിന്നെ മറ്റേ എൻഡിൽ ഇത് പർച്ചേസ് ചെയ്യുന്നത്, പേപ്പർ പർച്ചേസ് ചെയ്യുന്നത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഉള്ളവരൊക്കെ മറ്റേ കോട്ടയിൽ പഠിക്കാനുള്ള പൈസ പോലും ഉണ്ടാവില്ല. കഷ്ടപ്പെട്ടു പോയി എഴുതുന്ന സമയത്ത് ഈ പൈസ ഉള്ള വീട്ടിലെ കുട്ടികൾ തന്നെയാണ് ഇത് പേപ്പർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കൊന്നും they are not even criminalized under this, and they are basically given to the system, the National Testing Authority system, and provisions of the IPC, the BNS. സോ അവരെ മാക്സിമം അവർക്ക് എന്താ 5 കൊല്ലം എക്സാം ബാനും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ ക്രിമിനലൈസ് ചെയ്യപ്പെടുന്ന ഈ മിഡിൽ മാൻ മാത്രമാണ്. അപ്പൊ എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ. അല്ല, അതിന് മുമ്പ് ഒന്ന് ചോദിക്കാനുണ്ട്. 2024 ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു, 3 വർഷത്തെ ശിക്ഷയൊക്കെ ആയിട്ട്. അതിന്റെ റിവ്യൂ അത് ഫലപ്രദമല്ല എന്ന് തോന്നിക്കൊണ്ടല്ലേ ഇപ്പോൾ ഇത് കൊണ്ടുവരാൻ സർക്കാർ ബാധ്യസ്ഥരായിരിക്കുന്നത്? ഇതേ മോഡലിലുള്ള ഒരു
നിയമം തന്നെ അത് ഫലപ്രദമല്ല. അപ്പോ സർക്കാർ അത് ഫലപ്രദമല്ല എന്ന് തോന്നിയോ തോന്നിയില്ല എന്നുള്ള എല്ലാ പ്രശ്നം. 2 കൊല്ലം കഴിഞ്ഞു. ഈ പിള്ളേര് ബഹളം ഉണ്ടാക്കിയപ്പോ സർക്കാർ അവർക്ക് ഒരു എന്താ പറയാ ഒരു ലാർജസ്റ്റ് കൊടുക്കുന്ന പോലെ കാണിക്കണല്ലോ. ഇതൊക്കെ ഓപ്റ്റിക്സിന്റെ, ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു, ഇതൊക്കെ ഓപ്റ്റിക്സിന്റെ കളിയാണ്. അപ്പൊ സർക്കാർ ഈ പിള്ളേർക്ക് കരുത്ത് മാത്രമല്ല ഇത് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് ബോണസായി കൊടുക്കുകയാണ്. ഇതിലത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബില്ല് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ബില്ലിനെ അതിനേക്കാളും സീരിയസ് ആയി എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഈ ബില്ല് കൊണ്ട് ഫ്യൂച്ചറിൽ എക്സാം ലീക്ക് നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും നിൽക്കില്ല. കാരണം ഇപ്പോഴും അതിന്റെ ഒരു ബേസിക് സിസ്റ്റം മാറിയിട്ടില്ല. എങ്ങനെയാണ് ശരിക്ക് സത്യം പറഞ്ഞാല് ഈ കംപ്ലീറ്റ് സിസ്റ്റം ഓവർഹോൾ ചെയ്തിട്ട് എങ്ങനെയാണ് ഒരാള് മെഡിസിന് പോണോ, എഞ്ചിനീയറിംഗിന് പോണോ, ലോന് പോണോ, ആർട്ടിന് പോണോ, ഫാഷൻ ഡിസൈനിങ്ങിന് പോണോ എന്നുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിംഗ് ആക്ച്വലി ഇപ്പൊ നമ്മള് ഈ നീറ്റും IIT-JEE-യും ക്ലാറ്റിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദീസ് ആർ rules, these are exams which are accessible only for the very rich. ഇപ്പോ നീറ്റ് പരീക്ഷ എഴുതണമെങ്കിൽ ഒരു 1-2 കൊല്ലം മറ്റേ നിങ്ങൾക്കറിയാവുന്ന കോട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എഡ്യൂക്കേഷൻ അതാണ്, അവരാണ് ട്രെയിനിങ് കക്ഷികൾ. അപ്പൊ ഈ കോട്ടയിൽ പോയി പൈസ ചെലവാക്കി പഠിച്ച് ഇറങ്ങി വന്ന് അതാണ് ഈ സൂയിസൈഡിന്റെ ഒക്കെ കാരണം. വീട്ടിൽ നിന്ന് കടം മേടിച്ചിട്ടൊക്കെയാണ് പോയി പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം മാറണം. അവിടെ പോയി ബയോട്ടിക് പഠിച്ചുകൊണ്ട് നമ്മൾ നീറ്റ് എഴുതി ഡോക്ടർ ആയി കഴിഞ്ഞാൽ ആ മെഡിസിൻ പഠിക്കുന്ന സബ്ജക്റ്റും നമ്മൾ എക്സാം എഴുതിയതും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇതിന്റെ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നു. അത് സഭാഷി കൈയടിക്ക് വേണ്ടി ഉള്ള അന്നേരത്തെ കൈയടിക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു. ഇപ്പൊ റേപ്പ്, നിർഭയയുടെ അജിറ്റേഷൻ കഴിഞ്ഞ പിന്നെ റേപ്പ് ലോ കൊണ്ടുവന്ന പോലെ, അതുപോലെ തന്നെ ഇപ്പോൾ CJPയുടെ അജിറ്റേഷന് ശേഷം പുതിയ നിയമം, അതും 24 നിയമം ഇരിക്കുമ്പോൾ തന്നെ അതിനെ കടുപ്പിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവരിക. ഇതുകൊണ്ടൊന്നും നമ്മളുടെ സിസ്റ്റം ഡിറ്ററൻസ് കൊണ്ട് എവിടെ ഒരു സൊസൈറ്റിയും ഒരു സിസ്റ്റവും നന്നായിട്ടില്ല എന്നാണ് പൊതുവെ ഇല്ലേ ഞാൻ കേട്ടിട്ടുള്ളത്. അത് ക്രിമിനോളജിയുടെ ഒരു ഫാക്ട് ആണ്. ഡിറ്ററൻസ് കൊണ്ട് ക്രൈം മാറിയിട്ടില്ല. അത് മാത്രമല്ല അടുത്ത കൊല്ലം നീറ്റിലൊക്കെ പ്രശ്നം തന്നെ വരും. എല്ലാ കൊല്ലവും ഇനി വരാൻ പോവാണ്. അത് ടേക്ക് ഇറ്റ് ഫ്രം. ഇത് നമ്മൾക്ക് സിസ്റ്റം മാറ്റാതെ, ഈ സിസ്റ്റത്തിന് എന്താ പരീക്ഷ എന്നും അറിഞ്ഞിട്ട് സിസ്റ്റം മാറ്റാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് ഐ ഫോർഗോട്ട് ടു മെൻഷൻ വൺ തിങ്. ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ ഇപ്പൊ നന്ദൻ നീലകേണിയുടെ അടിയിൽ ഒരു ടാസ്ക് ഫോഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടാസ്ക് ഫോഴ്സ് കാരണം നന്ദൻ നീലകേണിയൊക്കെ ആ കാലത്ത് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു പഴയ ആലുമരം എന്നൊക്കെ പറയില്ലേ, ഫോസിലാണ് നന്ദൻ നീലകേണി. അയാൾ ഇൻഫോസിസിന്റെ ഫൗണ്ടറൊക്കെ ആയിരിക്കാം. ബട്ട് ഇൻ ടേംസ് ഓഫ് ഹിസ് ഐഡിയോളജി ആൻഡ് ഇൻ ടേംസ് ഓഫ് ഹൗ ഹി അപ്രോച്ചസ് തിങ്, അയാളും നാരായണമൂർത്തി പോലൊന്നും തമ്മിൽ വലിയ വ്യത്യാസം. കാരണം ആൾക്കാർ 18 മണിക്കൂർ 20 മണിക്കൂർ പഠിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇയാള് ഇങ്ങനത്തെ ആൻഡ് ഈസ് നോട്ട് എൻ എഡ്യൂക്കേഷൻ. ആൻഡ് യു ഷുഡ് ഓൾസോ റിമെമ്പർ ഈസ് എ ടെക്നോക്രാറ്റ് ആൻഡ് നോട്ട് എൻ എഡ്യൂക്കേഷൻ. ഇയാളെ കേട്ടിക്കൊണ്ട് ഇയാൾ ഇതിനെ റിഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ റിഫോം എങ്ങോട്ട് പോകുന്നു നമുക്ക് നമ്മുടെ IITs തന്നെ പല നല്ല ടെക്നോളജിസ്റ്റുകളുണ്ട്. എഡ്യൂക്കേഷനെ പറ്റി അവർ എഡ്യൂക്കേഷൻ ദിവസവും ഹാൻഡിൽ ചെയ്യുന്നവരാണ്. അവർക്ക് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഇൻസൈഡ് ഔട്ട് അറിയാവുന്നവരാണ്. അവരെ ഒന്നും ആശ്രയിക്കാതെ അധ്യാപകരുണ്ട്. അങ്ങനെയുള്ള അധ്യാപകര് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിസ്റ്റ്. ഇന്ത്യയിൽ എന്താണ് എഡ്യൂക്കേഷനിസ്റ്റിന് കുറവ്? ഒരു എഡ്യൂക്കേഷനിസ്റ്റിനെ ഇതിന്റെ ചെയറിൽ
ചെയ്യാൻ പറഞ്ഞൂടാ. അല്ല അവര് പറയും വളരെ clear ആണ്. ആ, മദ്രാസ് IIT അവരുടെ ആളുണ്ടല്ലോ, കാമകോടി, അദ്ദേഹം ഉണ്ടല്ലോ അതിന്. അത് അവർക്കത് മതി. അതാണ് ഇപ്പൊ എന്റെ IIT ഫ്രണ്ട്സ് ഒക്കെ പറയുന്നത്. പല IIT ഡയറക്ടേഴ്സ് ഇല്ല. കാര്യം വെച്ചാൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയായിട്ട് യോജിച്ച് പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് പലർക്കും ഒഫീഷ്യേറ്റിംഗ് ചാർജസ് ആണ് കൊടുത്തേക്കുന്നതാണ് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ 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 നിങ്ങളുടെ മുഴുവൻ സിസ്റ്റത്തെയും ഒരു ഐഡിയോളജിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ എന്ന് അവർക്ക് മനസ്സിലാകാൻ എന്ന് കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ NTA നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ശക്തമായി തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകൾ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ കാര്യം സോ ഇതൊരു എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റ് ആയിരിക്കുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി അനക്രോണിസം ആണെന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞത്. അതിനെയൊക്കെ മറികടന്ന് അവർ പറയുന്നില്ല, 1 നേഷൻ 1 ഇലക്ഷൻ 1 പാർട്ടി 1 ലോ എന്നുള്ള ഈ രീതിയിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഇതൊക്കെ ഒരു നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ ഒരു ഫ്യൂട്ടൈൽ എക്സസൈസ് എന്ന് പറയാം, അല്ലേ ബോബി? Definitely a futile exercise. കാരണം അതിന്റെ നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു വാട്ട് വി ആർ ടോക്കിംഗ്. പക്ഷെ അതിന്റെ ഒരു വലിയ ഭവിഷ്യത്വം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സത്യം പറഞ്ഞാല് ഈ ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പം പല ഭാഷകളും പല എത്നിസിറ്റിയും പല കൾച്ചറും പല ഭക്ഷണങ്ങളും പലതരം ആൾക്കാരുള്ള ഒരു സങ്കല്പമാണ്. ഇത് ഇവര് ഈ 1 നേഷൻ 1 ലാംഗ്വേജ് ഇങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാല് people will get solution. So instead of India becoming stronger, this will make the country weaker. ഇവർക്ക് മനസ്സിലായി. അല്ല, അവിടെയാണ് ഈ പ്രശ്നം. അത് ഇന്നത്തെ ഭരിക്കുന്നവർ മനസ്സിലാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് ഐഡിയോളജിക്കലി ബ്ലൈൻഡഡ് പീപ്പിൾ ആണ്. അവർക്ക് അവരുടെ ഐഡിയോളജി അല്ലാതെ വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതിനപ്പുറമായി കാണാൻ അവർക്ക് കഴിയുന്നുമില്ല. അവരതൊരു ആവശ്യമാണെന്ന് തോന്നുന്നില്ല. അതൊക്കെയാണല്ലോ CJP പ്രൊട്ടസ്റ്റിന്റെ കാരണം. അതായത് യങ്സ്റ്റേഴ്സിനെ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് ഇതിനൊക്കെ വഴിതെളിച്ച ഒരു സമരവും അല്ലെങ്കിൽ അത് ഉണ്ടാകാൻ കാരണം. ഇന്നലെയും ഇന്നും ഒക്കെ അവര് തയ്യാറായിട്ട് നിൽക്കുകയാണ്, ലോയേഴ്സിന്റെ യൂണിയനും ഒക്കെ ആയിട്ട് ഇവിടെ കേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അപ്പൊ അതിനർത്ഥം അവർക്കും ഈ സർക്കാരിൽ പൂർണ്ണമായ വിശ്വാസമൊന്നുമില്ല, ആർക്കുമില്ല. സമരക്കാർക്കുമില്ല, ആർക്കുമില്ല. അപ്പൊ അത് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയുള്ള ഡിറ്ററന്റിന് പകരം സിസ്റ്റമിക് ഇഷ്യൂ, അത് സിസ്റ്റമിക് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ സിസ്റ്റമിക് ആയിരിക്കണം എന്നുള്ള ഒരു കോമൺ സെൻസ് ഡിഡക്ഷൻ അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ്. അതിന്റെ കാരണം ഇതാണ്, അവരുടെ ബ്ലൈൻഡ് ഐഡിയോളജി. ഇപ്പൊ RSSകാരൻ്റെ മാറ്റി, അല്ലെങ്കിൽ RSSന്റെ അജണ്ട വിദ്യാഭ്യാസം നടത്തുക എന്നുള്ള മാത്രമാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവരുടെ കുട്ടികളുടെ ഭാവിയോ അല്ലെങ്കിൽ എങ്ങനെ യുവാക്കൾ ജോലി കണ്ടുപിടിക്കുക ഒന്നും അവർക്കില്ല. അവർക്ക് വേണ്ടത് അവരുടെ ഐഡിയോളജി വിദ്യാഭ്യാസം, അവരുടെ രീതിയിലുള്ള ബ്രെയിൻ വാഷിംഗ് വിദ്യാഭ്യാസം കൊണ്ട് നടത്തുക എന്നുള്ളതാണ്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അതുകൊണ്ട് എത്ര ഡിറ്ററന്റ് ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാലും സിസ്റ്റത്തെ ശരിയാക്കാതെ ഇതൊന്നും ശരിയാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് ബോബിയും പറഞ്ഞു വെക്കുന്നത്, ലോയിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ.